Hello everyone, today we will make a vegetable soup for dinner. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അതിന് വേണ്ടെന്ന് നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ഉള്ളി, ഒരു ചെറിയ ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു പകുതി ലെമൺ, അതുപോലെ 2 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോറും, പിന്നെ കുറച്ച് നമ്മുടെ കോൺ. അത്രയും മതി. കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ എത്ര അളവെന്നൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഓയിൽ ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മളിതാ ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ സവോള ആഡ് ചെയ്തു, അതിന് മേലെ നമ്മൾ ക്യാരറ്റ് ഇട്ടു, പിന്നെ ഇതാ കോൺ ഇടുവാണ്. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ച എന്തൊക്കെ വെജിറ്റബിൾസാണ് നമ്മളെടുത്തുള്ളത് അതൊക്കെ നമ്മൾ ഓരോ പടിപടിയായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അതിനടുത്ത് നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് സോട്ടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതിന് ശേഷം വെള്ളം ഒഴിക്കുക. അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കുറുകി വരാൻ വെള്ളം അത്യാവശ്യമാണല്ലോ, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിക്കുക. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വീറ്റ് ഫ്ലോറിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കട്ടയില്ലാണ്ട് അടിച്ചെടുക്കുക. നമ്മളിവിടെ കോൺഫ്ലവറിന് പകരമാണ് വീറ്റ് ഫ്ലോർ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒഴിക്കുന്നത്. നമ്മൾ സൂപ്പിലേക്ക് ഇത് ഒഴിക്കുക. നമുക്ക് കോൺഫ്ലവറിന് പകരം വീറ്റ് അല്ലെങ്കിൽ റാഗി ഉപയോഗിക്കുക. ഇത് രണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ. അതിന് ശേഷം കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പൊടിക്കായി ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ മാത്രം ഓപ്ഷൻ ആണ്. നമ്മൾ കുറച്ച് പാസ്ത മിക്സ് ഇടുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതിടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത്രയേ ഉള്ളൂ. നമ്മുടെ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചാൽ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നെപ്പോലെയുള്ള മടി എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. അങ്ങനത്തെ ദിവസങ്ങളിൽ ഇങ്ങനത്തെ സൂപ്പുകളൊക്കെ ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ഹെൽത്തിയുമാണ്, നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇങ്ങനത്തെ ഈസി പീസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.